ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. കാരണം നമ്മൾ ഇന്നലെ ആ ഒരു ഓഗസ്റ്റ് മന്തിലേക്കുള്ള റീഡിംഗ് ചെയ്തിരുന്നു. അത് ഒരു പ്രത്യേകിച്ചൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആയിരുന്നില്ല. പൊതുവേ നിങ്ങളുടെ ഒരു ഓഗസ്റ്റ് മാസം എങ്ങനെയാണ് എന്നുള്ള ഒരു റീഡിംഗ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പലരും എന്നോട് പേഴ്സണലി വന്ന് പറഞ്ഞിരുന്നു റിലേഷൻഷിപ്പ് എങ്ങനെ ഉണ്ടാവും ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ എന്നുള്ളൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറഞ്ഞവർക്കും പിന്നെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടോ? നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് വരുന്നുണ്ടോ? അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, ഏത് തരത്തിലുള്ള വ്യക്തികൾക്കാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആയിട്ട് മാച്ച് ചെയ്യുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് തിങ്ക് ചെയ്ത് ഈ ഒരു വീഡിയോയുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ രണ്ട് വ്യക്തികളും നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെയും കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ഡിവൈൻ മെസ്കുലിൻ, ഡിവൈൻ ഫെമിനിൻ എനർജീസാണ്. കാരണം നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ കൂടുതലും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാവാനാണ് നമുക്ക് കൂടുതൽ സാധ്യത കാണുന്നത്. അല്ലെങ്കിൽ അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഒരുപക്ഷെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ കൂടിയും അങ്ങനെയുള്ള ആ ഒരു രീതിയിലേക്ക് മാരേജിന് വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന വ്യക്തികളാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളും അവരും നേരെ തിരിച്ചും ആ ഒരു ആ ഒരു രീതിയിലായിരിക്കും നിങ്ങളെ കണ്ടിട്ടുള്ളത്. അവരുടെ ഒരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ അത്രത്തോളം ഒരു സ്ഥാനം ചിലപ്പോൾ അവരുടെ ലൈഫിനകത്ത് അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, നിങ്ങൾ അവർക്കും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലങ്ങൾ പിരിഞ്ഞിരിക്കേണ്ടുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലൂടെ പോയതിന് ശേഷമായിരിക്കാം ഈ ഒരു തരത്തിൽ അവരിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഘട്ടത്തിൽ ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് അവിടെ അവർ കംപ്ലീറ്റ്ലി ഇല്ല, വാനിഷാണ് ആ ഒരു എനർജി. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറുടെ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ആ ഒരു പേഴ്സൺ ഒരുപക്ഷെ ഫിസിക്കലി ആയിരിക്കാം അല്ലെങ്കിൽ മെൻ്റലി ആയിരിക്കാം, ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളോടൊപ്പം ഇല്ലാത്ത ഒരവസ്ഥ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മാറിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളായിരിക്കാം ചിലപ്പോൾ അതിന് മുൻകൈ എടുത്തിട്ടുണ്ടാവുക. ആ ഒരു രീതിയിലെങ്കിലും ഇത് കുറച്ച് നാൾ നിലനിന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ ഒരു എഫേർട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഒരു സമയം കിട്ടുമ്പോൾ ഓടി ഇവരോടി എന്ന് വർത്തമാനം പറയുക, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുക, എപ്പോഴും മെസ്സേജസ് ഇടുക, ഇതൊക്കെ നിങ്ങളായിരിക്കാം ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് ഫേസിൽ എങ്ങനെയാണോ നിങ്ങൾ കണ്ടിരുന്നത് അതുപോലെ ആയിരിക്കില്ല പിന്നീട് ഈ ഒരു സിറ്റുവേഷന് ശേഷം ഉണ്ടായിട്ടുള്ളത്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ ആ ഒരു DFDM എന്നുള്ള തരത്തിലുള്ള എനർജീസ് ഉള്ള വ്യക്തികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ള, അല്ലെങ്കിൽ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയധികം ട്രസ്റ്റായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികൾ തന്നെയായിരിക്കും. പക്ഷേ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഒരു ഇടക്കാലത്ത് വെച്ച് അവരുടെ ഒരു ബിഹേവിയറിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടാവാം, അല്ലെന്നെങ്കിൽ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരുപാട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ മുൻകൈയെടുത്ത് ഏതെങ്കിലും തരത്തിലൊരു വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആദ്യം ഓടിയൊക്കെ വന്ന് മിണ്ടിയിരുന്ന ഇവർ തീർത്തും നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്ന് വരാം. ചിലപ്പോൾ നിങ്ങൾ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരാം. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവരുടെ ഈ ഒരു മാറ്റം ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വമേധയാ തോന്നിയിട്ടുണ്ടാവാം, എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ കാണിക്കുന്നത്, അവർക്ക് എന്നോട് എത്ര താല്പര്യം അല്ലെങ്കിൽ സ്നേഹം ഉണ്ടായിരുന്ന വ്യക്തിയാണ്, പെട്ടെന്ന് ഇവർക്ക് ഇതെന്ത് പറ്റി, ഇവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു തോട്ടൊക്കെ നിങ്ങൾക്ക് ആദ്യമേ തന്നെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാന്നിധ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഐക്യമായിട്ടുണ്ടായിരുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം തെറ്റിപ്പിരിയാൻ, അല്ലെങ്കിൽ അവരവരുടേതായ വഴി നോക്കി പോകാൻ, അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഏത് രീതിയിലാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്ന് മാറിയതെങ്കിലും
ഇങ്ങനെയൊക്കെയുള്ളൊരു ഫാക്ടേഴ്സ് നിങ്ങളുടെ ലൈഫിനകത്ത് ഉണ്ടാവുന്നതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനായിട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള രണ്ട് വ്യക്തികൾക്കും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വരും. നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരാം, നിങ്ങളുടെ മാത്രമല്ല ആ ഒരു പേഴ്സൻ്റെ ആണെന്നുണ്ടെങ്കിലും സ്വഭാവത്തിൽ മാറ്റം വരാം. അല്ലെങ്കിൽ എപ്പോഴും അകാരണമായിട്ടുള്ള ടെൻഷനായിരിക്കും, അല്ലെങ്കിൽ ജീവിക്കാൻ ഒരുപാട് എന്താ പറയുക, നമുക്കൊരു സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനോട് തന്നെ നമുക്കൊരു സ്നേഹം തോന്നാത്തൊരവസ്ഥ വരും. എല്ലാത്തിനോടും വെറുപ്പായിരിക്കാം, പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലും ആ ഒരു മാറ്റങ്ങൾ ശക്തമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാകെ കൺഫ്യൂസ്ഡ് ആവുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് അത്രയും താല്പര്യമില്ലാതാവുന്ന, നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ, ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ആ ഒരു പാഷനൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നഷ്ടപ്പെട്ട് മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവാം. പല രീതിയിലുള്ള മാറ്റങ്ങൾ ആ ഒരു വ്യക്തിക്കും വിസിബിളായിട്ട് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആദ്യ കാലങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് നാളുകൾ നല്ല രീതിയിൽ പോയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് തീർച്ചയായിട്ടും ആ ഒരു നറിഷിങ് പീരീഡ് ഉണ്ടായിരുന്നു. ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച, അല്ലെങ്കിൽ രണ്ടുപേരും പരസ്പരം നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ളൊരു എനർജിയിലാണ് ആ ഒരു ഡീവിയേഷൻ വന്നിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് ഈ ഒരു പേഴ്സൻ്റെ ക്യാരക്ടറിനും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനും മൊത്തത്തിലൊരു ചേഞ്ച് വരുന്നത്. അപ്പോൾ ഒരിക്കലും ആദ്യകാലം മുതലേ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ വെരി ബിഗിനിങ് മുതലേ നല്ല രീതിയിലൊരു അറ്റൻഷൻ തരാത്തൊരു പേഴ്സണായിട്ട് ഇത് കമ്പയർ ചെയ്യരുത്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു ക്വാളിറ്റി ടൈം നിങ്ങൾക്ക് തന്നിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇടക്കാലത്താണ് ഇതിനകത്തൊരു മാറ്റം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു റീഡിംഗ് ആയിട്ട് മാത്രം ഇത് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ആ ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. ആ ഒരു തേർഡ് പാർട്ടിയുടെ വ്യക്തമായിട്ടുള്ള സാന്നിധ്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് അതിനകത്തൊരു നെഗറ്റീവ് എനർജി വന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഒരു റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ അതിനകത്ത് നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ ആ ഒരു മൊത്തത്തിൽ ആ ഒരു നെഗറ്റീവ് വൈബാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന് പല റീസൺസ് ഉണ്ടാവാം. അപ്പോൾ അതിലൊരു കാര്യമായിട്ട് മാത്രമാണ് നമുക്ക് ആ ഒരു തേർഡ് പാർട്ടി അത്രയും സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് മനഃപൂർവ്വം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്വരച്ചേർച്ച മാറ്റാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറയാൻ സാധിക്കുക. എപ്പോഴും അത് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ രണ്ട് പേരുടെയും ഏതെങ്കിലും തരത്തിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാർമിക് ഡെപ്റ്റ് അനുഭവിക്കേണ്ട ഒരു സമയം വരുമ്പോൾ തീർച്ചയായിട്ടും അതിനും നമുക്ക് ഈ ഒരു തരത്തിൽ അതിൻ്റെ ഒരു സ്ട്രഗിൾ കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സമയദോഷത്തിൻ്റെ ആവാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മളുടെ കൺമുൻപിൽ പ്രത്യക്ഷത്തിൽ തേർഡ് പാർട്ടി ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ലൈഫിനിടയ്ക്ക് കയറി വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്താഗതി മാറ്റിച്ചതും അവരായിരിക്കാം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരെ തന്നെ ബ്ലെയിം ചെയ്യും. എങ്കിൽ കൂടിയും ഈ ഒരു നെഗറ്റീവ് വൈബ് വരുന്നതിന് പല റീസൺസും കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ ഇവിടെ നിങ്ങളുടെ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് തകർന്നു പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്രയും സ്നേഹത്തോടെ ഇരുന്ന ആ ഒരു വ്യക്തി ഇങ്ങനെയുള്ളൊരു മാറ്റം നിങ്ങളിൽ കാണിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയതുപോലെ ആവാൻ സാധിക്കുന്നില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒത്തിരി വേദനിപ്പിച്ചിട്ടുള്ളതായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു പേഷ്യൻസ് ലെവലോട് കൂടി ഒരുപാട് നാളുകൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ സ്റ്റിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പാത്തിലൂടെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇത് ശരിയാവും, അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പിലൊരു മാറ്റം വരും എന്നുള്ളൊരു പ്രതീക്ഷ മനസ്സിൽ കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു പക്ഷേ ഇവരുടെ ഫാമിലി ആയിരിക്കാം ആ ഒരു തേർഡ് പാർട്ടിയുടെ പ്ലേസിൽ വന്നിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളുടെ സ്ഥാനം തട്ടിയെടുക്കാനായിട്ട് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഒരു പക്ഷേ അവർ നേരത്തെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇടക്കാലത്ത് വെച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയൊരു ന്യൂ കമറായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് കടന്നു വന്ന ആളാവാനും മതി. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ തീർച്ചയായിട്ടും ആ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർ പഠിക്കേണ്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെയുള്ള വ്യക്തികളാണ്. കാർമിക് ഡെപ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ രണ്ടുപേരും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അനുഭവിക്കേണ്ടതായിട്ട് വരാം. ആർക്കാണോ കൂടുതലായിട്ട് സഫർ ചെയ്യേണ്ടത് ആ ഒരു വ്യക്തി കൂടുതൽ സഫർ ചെയ്യാം. മറ്റുള്ളവർക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലെസൺസോ അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ളൊരു മാറ്റങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ ലൈഫിലും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു എനർജിയെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയുമൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും താങ്ങാവുന്നതിലധികം ഭാരം നിങ്ങൾക്ക് തന്നിട്ട് കൂടി നിങ്ങൾ ആ ഒരു പേഴ്സണെ വെറുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ എന്താണ് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ.
നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടും നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് നിങ്ങൾക്ക് വെറുക്കാൻ കഴിയുന്നില്ലേ, മറക്കാൻ കഴിയുന്നില്ലേ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയാണ്. ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കത് നോക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി എന്നുള്ളത്. പക്ഷേ എന്നിട്ട് പോലും നിങ്ങളുടെ സ്നേഹത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല. അത്രയും ആത്മാർത്ഥമായിട്ട് ഇപ്പോഴും നിങ്ങൾ ആ ഒരു പേഴ്സണെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു പാസ്റ്റിൽ പോലും ആ ഒരു പേഴ്സൺ എന്നോടുള്ള സ്നേഹത്തിന് എന്തെങ്കിലും കുറവ് സംഭവിച്ചോ, ചിലപ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവഗണന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവാം. അപ്പോൾ പോലും നിങ്ങൾ യാതൊരു പരാതിയില്ലാതെ അവരെ തിരിച്ച് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ പരിഗണന തരാതിരിക്കുക, നിങ്ങളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവരായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു അകറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു ബൗണ്ടറി വെച്ചിട്ട് നിങ്ങളെ അപ്പുറത്തേക്ക് എൻ്റർ ചെയ്യിക്കുന്നില്ല. അവർ നമ്മൾ ലക്ഷ്മണ രേഖ വരയ്ക്കുക എന്ന് പറയുന്ന ഒരു വര വരച്ച് അവരപ്പുറത്ത് നിൽക്കുകയാണ്. നിങ്ങളെ ഒരു കാരണവശാലും അപ്പുറത്തേക്ക് കടത്താനായിട്ട് സമ്മതിക്കുന്നില്ല. ആ ഒരു തരത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ഈവൾ എനർജി അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് വൈബ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്ന് പെട്ടതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ലാസ്റ്റ് ഡെക്കിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു കിങ് ആൻഡ് ക്വീൻ, ഇവർക്ക് നടുവിലാണ് ആ ഒരു ജസ്റ്റിസ് ഉള്ളത്. രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്, പക്ഷേ രണ്ട് വശത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിട്ടില്ല, രണ്ടുപേരും രണ്ട് ദിക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ രണ്ടുപേർക്കും ഒരുപാട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ഇമോഷൻസിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും ഒരുപാട് മുൻപിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വിഘാതമായിട്ട് നിന്നിരുന്ന ആ ഒരു ഈവൾ ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് വൈബ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. പൂർണ്ണമായിട്ടും ആ ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ആ ഒരു ഫുൾഫിൽമെൻ്റ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവാം. ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റം വന്നു എന്നുള്ളത് ഒരുപക്ഷെ അവരെ ഏതെങ്കിലും തരത്തിൽ സ്പൈ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റം തിരിച്ചറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയത്, ആ ഒരു വ്യക്തിയുമായിട്ട് വളരെയധികം സ്നേഹത്തിലിരുന്ന ആ ഒരു സമയത്തുള്ള പേഴ്സൺ ആണോ നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെ ചേഞ്ച് നിങ്ങളുടെ ലൈഫിനകത്ത് ഈ ഒരു കാലഘട്ടത്തിലൂടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണങ്ങളുടെ കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടം തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ സർവൈവ് ചെയ്ത് മുന്നിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു നിങ്ങളെ പരീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് എന്താണോ ഉദ്ദേശിച്ചിരുന്നത്, അല്ലെങ്കിൽ എന്താണോ യൂണിവേഴ്സ് പ്ലാൻ ചെയ്തിരുന്നത്, അതിന് ശേഷമുള്ള ആ ഒരു നെക്സ്റ്റ് ലെവലിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ കടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആ ഒരു ജസ്റ്റിസിൻ്റെ 2 ഭാഗങ്ങളിലായിട്ടാണ് ആ ഒരു കിങ്ങും ക്യൂനും ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ ഈ ഒരു നീതി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും, യൂണിവേഴ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന് മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു നീതിപൂർവ്വം മാത്രമേ യൂണിവേഴ്സ് എന്തെങ്കിലും ചെയ്യുള്ളൂ. ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ടാവാം ഞാൻ അർഹിക്കുന്നൊരു നീതി കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാത്തൊരു വ്യക്തിയാണ്, എൻ്റെ ലൈഫിൽ ഞാൻ അധികം ആരെയും ഒന്നും സ്ട്രഗിൾ ചെയ്യിച്ചിട്ടില്ല, എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം പ്രശ്നങ്ങൾ, അങ്ങനെ വന്ന് ചോദിക്കുന്ന ഒരുപാട് പേര് പേഴ്സണൽ റീഡിങ്ങിന് എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു റീസൺ ഉണ്ട്. ഒരിക്കലും ആ ഒരു ഡിവൈൻ അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സ് ഒരു വ്യക്തിയോടും നല്ല ഒരു ജീവനോടും പക്ഷാഭേദം കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് തിരിച്ചറിയേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിച്ച് പോരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ മാറുന്ന തരത്തിലുള്ള എനർജീസൊക്കെ സംഭവിച്ചേക്കാം. എങ്കിലും നമ്മൾ ഒരിക്കലും ആ ഒരു പരമമായ സത്യത്തെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അതിനെ നമ്മൾ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യരുത്. അപ്പോൾ നമ്മൾ അധികമൊന്നും ഒരു പാപകർമ്മം ചെയ്യാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഈ ഒരു ലൈഫ് കൊണ്ടുപോയിട്ടും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സ്ട്രഗിൾ വരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ചെയ്തിരുന്നു. ആ ഒരു ഓൾഡ് സോളിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് ഇരുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതിൻ്റെ റീസണും കാര്യങ്ങളെല്ലാം ഞാൻ ആ ഒരു വീഡിയോനകത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള ആ ഓരോ കാര്യങ്ങൾക്കും ഓരോ പർപ്പസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നീതിയായിരിക്കാം. ഇത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തിയെ ഞാൻ സ്നേഹിച്ചിട്ട് അവരെന്നിൽ നിന്നും പിരിഞ്ഞു മാറിപ്പോയിരിക്കുന്നു, അപ്പോൾ എനിക്ക് അവരിൽ നിന്ന് ഒരു നീതി വേണം എന്നുള്ളത് തന്നെയായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ കൂടിയും
ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജി പ്രകാരം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനോടുള്ള ആത്മാർത്ഥത, അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും സഹിച്ചിട്ടും നിങ്ങളത് വിട്ടുകളഞ്ഞില്ല, ആ ഒരു പേഴ്സണെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വെറുക്കാൻ കഴിഞ്ഞില്ല, നിങ്ങൾ വേദനിച്ചിട്ടും അവർ നല്ല രീതിയിൽ നിലനിൽക്കട്ടെ, അല്ലെങ്കിൽ അവർ തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും ആ ഒരു പേഴ്സണോട് വൈരാഗ്യ ബുദ്ധിയോടുകൂടി അവരെയും എന്തെങ്കിലുമൊക്കെ ചെയ്യും, അല്ലെങ്കിൽ അവർ നശിച്ചു പോട്ടെ എന്നൊന്നും അങ്ങനെ പറയാത്ത വ്യക്തികളുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഡിവിനിറ്റി തീർച്ചയായിട്ടും നിങ്ങൾക്കുമുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തടസ്സമായിട്ട് നിന്നിരുന്ന ഒരു സംഗതി എന്താണോ, അല്ലെങ്കിൽ ഇതിനകത്തൊരു കരിനിഴൽ വീഴ്ത്തിയ ആ ഒരു നെഗറ്റീവ് വൈബായിട്ട് എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് മുകളിലുണ്ടായിരുന്നത്, അത് മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ കാലഘട്ടം കഴിയുന്നതോടുകൂടി അതിന് മാറ്റം വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ചേഞ്ച് ഇവിടെ എത്തിക്കുന്നത് യൂണിവേഴ്സ് തന്നെയാണ്. യൂണിവേഴ്സിൻ്റെ ശക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത്, ആ ഒരു കാര്യം കൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ തിരിച്ചു തരുന്നു, നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ക്വീൻ, ഈ ഒരു വ്യക്തി നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തതിൽ, അല്ലെങ്കിൽ ഇവർ നിങ്ങളെ ഏതൊക്കെയോ കാര്യങ്ങളാൽ ഡിഫെൻസ് ചെയ്ത് നിൽക്കുന്നതിൽ, അവരുടെ ഒരു ലൈഫിലേക്ക് അടുപ്പിക്കാത്തതിൽ വിഷമിച്ചിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു കിങ് തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരാൻ ഒരു ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എത്രയും വേഗം നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു എനർജിയിലാണ് ആ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആ ഒരു ഫസ്റ്റ് ഡെക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ ഒരു 4 ഓഫ് കപ്സിൻ്റെ എനർജിയിൽ, അല്ലെങ്കിൽ അവർ അത്രത്തോളം ഒരു താല്പര്യമില്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നിരുന്നൊരു സമയത്ത് പോലും നിങ്ങൾക്ക് അവരോട് ഒരുപാട് സ്നേഹമായിരുന്നു, അത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിനാണ് ഇപ്പോൾ അവർക്ക് മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അഗാധമായിട്ടുള്ള ഒരു ദുഃഖം കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എത്രത്തോളം മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ആ ഒരു പേഴ്സൺ നിങ്ങളോട് ചെയ്ത കാര്യം, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വേദന, ആ ഒരു പെയിൻ ഇപ്പോഴും നിങ്ങളെ വിട്ട് പോയിട്ടില്ല, അത് മനസ്സിനകത്ത് തന്നെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പെയിനാണ് മാറാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജസ്റ്റിസാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ പോയിട്ടുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും തരത്തിലുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനകത്ത് ചെന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനകത്തൊരു ട്രാപ്ഡ് ആയിട്ടൊക്കെ പോയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഇതിനോടകം തന്നെ അവർ തിരിച്ചു വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ, ചിലപ്പോൾ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിച്ചുകൊണ്ടായിരിക്കാം വന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയും ഒരു സ്പീഡി ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമുക്കിവിടെ കാണാം. അപ്പോൾ ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസത്തിൻ്റെ ഒരു ആദ്യ പകുതിയിലായിരിക്കാം ഈ ഒരു വ്യക്തിയിൽ നിന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. കാരണം ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തോ മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ ആദ്യ പകുതിയായിരിക്കാം. മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസത്തിൻ്റെ ഒരു അവസാന പകുതിയിലായിരിക്കാം ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫുൾഫിൽമെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ആ ഒരു പീരീഡിനകത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം, ആരുടെയൊക്കെ എനർജീസാണ് ഇവിടെ കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യുക എന്നുള്ളതറിയാം. കാരണം ഓൾറെഡി നമുക്ക് ഇതിനകത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിന്ന് അധികം ഒരു ക്ലാരിറ്റി തരാതെ ഇറങ്ങി പോയിട്ടുണ്ട്, നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്, എല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പോലും കറക്റ്റായിട്ട് ആ ഒരു കാര്യം ഇവിടെ എന്താണെന്നുള്ളത് വന്നിട്ടില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കാണ് പോയിട്ടുള്ളതെങ്കിലും അത്രയും ഒരു ക്ലാരിറ്റി വരാത്തത് കൊണ്ട് തന്നെ ആ ഒരു ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ലെറ്റർ എം ആണ്. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്, നമ്പർ 10, സെപ്റ്റംബർ മന്ത്, നമ്പർ 18, നമ്പർ 23, കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്, ഒക്ടോബർ മന്ത്, സെജിറ്റേറിയസ് സോഡിയാക് സൈൻ, തിരുവോണം നക്ഷത്രം, നമ്പർ 5, ലെറ്റർ ഡി, ലെറ്റർ എൻ ആണ് കേട്ടോ, നമ്പർ 11, ട്രിവാൻഡ്രം, നമ്പർ 24, ലെറ്റർ എസ്, നമ്പർ 17, വയനാട്. ഇപ്പോൾ വയനാട് എന്ന് കേൾക്കുമ്പോൾ ഉടനെ നമുക്ക് ആ ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാപ്രിക്കോൺ, അശ്വതി നക്ഷത്രം, ലെറ്റർ എഫ്,
ലെറ്റർ എക്സ്, കാസർഗോഡ്, നമ്പർ 27, പൂയം നക്ഷത്രം, നവംബർ മന്ത്, ലെറ്റർ ഇ, ലെറ്റർ എച്ച്, ആൻഡ് ഫൈനലി പൈസസ് സോഡിയക് സൈൻ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഈ ഒരു സിറ്റുവേഷനിലുള്ള വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തി തിരിച്ചു വന്നിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു രീതിയിൽ തിരിച്ചു വന്നോ, അല്ലെങ്കിൽ നിങ്ങളോട് മാപ്പ് പറഞ്ഞ് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ആ വ്യക്തി കയറി വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് അറിയിക്കുക. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ളൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അത് പറയാം. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എനർജി ക്ലെയിം ചെയ്യുക. കാരണം ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്നത് പോലെ എത്രയും വേഗം നിങ്ങളിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അവരുടെ എനർജി എന്ന് പറയുന്നത് അത്രയും ഫാസ്റ്റാണ്. ആ ഒരു പേഴ്സൺ നേരത്തെ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ കാര്യം കൊണ്ട് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഒരുപാട് സ്നേഹത്തോടു കൂടി ആ ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത്രയധികം സ്നേഹത്തോടു കൂടി ഇമോഷൻസോടു കൂടിയാണ് അവർ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു കിങ് ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു കിങ്ങിൻ്റെ എനർജിയാണ് തിരിച്ചു വരുന്നത് എന്നുള്ളതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതൊരു ജെൻഡർ വൈസ് അല്ല, ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രെങ്ത്നെസ് ഇതൊക്കെയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മെയിലായിരിക്കും അല്ലെങ്കിൽ ഫീമെയിൽ ആയിരിക്കും. ആ ഒരു തരത്തിൽ മാത്രം എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങൾ കാണുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.